ഗർഭഛിദ്ര ആരോപണങ്ങളടക്കം അടങ്ങിയ പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ സജ്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സജ്ന, താങ്കളടക്കം പറഞ്ഞ നിലപാടുകൾ അത് അംഗീകരിക്കപ്പെടുന്നു, വിജയിക്കപ്പെടുന്നു എന്നുകൂടി ഘട്ടത്തിൽ പറയേണ്ടി വരും. ഏതായാലും ഒരു പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്താണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? വ്യക്തമായ രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇനി പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയും പറഞ്ഞതുപോലെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അദ്ദേഹത്തെ പുറത്ത് മാറ്റി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്റെ പറഞ്ഞ പോസ്റ്റിലെ തന്നെ അതേ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ദേശീയ ഭാരവാഹികളായ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വനിതാ കമ്മീഷൻ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ഈ ഒരു വിഷയത്തെ സമഗ്രമായി പഠിക്കണം എന്ന് എൻ്റെ ഒരു ആവശ്യം ഞാൻ ഇപ്പോഴും ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അടിയന്തരമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. കാര്യം ഒരു സ്ത്രീ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. മാനസികമായും ശാരീരികമായും എത്രത്തോളം ഒരു സ്ത്രീ അനുഭവിച്ചു എന്നുള്ളതും, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തും സമൂഹ മാധ്യമങ്ങളിൽ ആ സ്ത്രീ പല രീതിയിലും അധിക്ഷേപിക്കപ്പെടുകയാണ് ഉണ്ടായത്. സജ്ന, ഇന്ന് ഒരു സുപ്രീം കോടതി അഭിഭാഷകയുടെ ഭാഗത്ത് നിന്നുണ്ടായ സ്ലട്ട് ഷെയ്മിംഗ് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. FB പോസ്റ്റ് വഴി നടത്തിയത്. ഇതിൽ മാധ്യമങ്ങളടക്കം, മാധ്യമപ്രവർത്തകരായ നമ്മളടക്കം, വനിതാ മാധ്യമപ്രവർത്തകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ചെയ്താൽ, ഒരു വാർത്ത ചെയ്താൽ അതിൻ്റെ താഴെ അറയ്ക്കുന്ന തെറികളാണ്. സജ്ന ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ നേരിടേണ്ടി വന്നത് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് ആ സുപ്രീം കോടതി അഭിഭാഷക പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റുകളെല്ലാം എൻ്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നും എന്നെ ടാഗ് ചെയ്തുകൊണ്ട് കമന്റുകൾ ഇടുകയും എന്നെ വളരെ മോശമായ രീതിയിൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടും എന്നെ മാനസികമായി എന്നെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുമുള്ള നിരവധി കമന്റുകൾ ഈ ഒരു പോസ്റ്റിന് താഴെ ഞാൻ ഈ ഒരു ഒറ്റ കാര്യം ചെയ്തതിലൂടെ എനിക്കുണ്ടായി. അതുപോലെ തന്നെ ഫോൺ വിളിയിലൂടെയും നേരിട്ടും മെസ്സേജിലൂടെയും ഒക്കെ ഭീഷണികളും ഒക്കെ ഒരുപാട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വളരെ മോശമായ രീതിയിൽ എന്നെ ടാഗ് ചെയ്തുകൊണ്ട് പലരും പോസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോ ഇതൊന്നും ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്തെന്നാൽ ഇപ്പൊ ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ സംസാരിച്ചില്ല എങ്കിൽ, ഒരു യൂത്ത് കോൺഗ്രസ്സുകാരി സംസാരിച്ചില്ല എങ്കിൽ മറ്റാരാണ് ഈ ഒരു സമൂഹത്തിൽ സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇപ്പോ ഈ ഒരു സൈബർ ബുള്ളിങ്ങിനെ ഭയന്നുകൊണ്ട് നമുക്ക് മറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പൊതുപ്രവർത്തനം നടത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുപോലെ തന്നെ ഈ പലരും മുഖംമൂടി അണിഞ്ഞുകൊണ്ട്, അതായത് കോൺഗ്രസിൻ്റെതെന്ന് തോന്നിക്കുന്ന പല അക്കൗണ്ടുകളിൽ നിന്നും പല രീതിയിൽ ഉള്ള അറ്റാക്കുകളാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു 1000 കമന്റുകൾ ഉണ്ടെങ്കിൽ അതിൽ 990 കമന്റുകളും പൂട്ടി വെച്ചുകൊണ്ട്, അതായത് ലോക്ക് ചെയ്ത പ്രൊഫൈലിനുള്ളിൽ ഇരുന്ന് ആരാണെന്ന് പോലും അറിയാതെ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്ന കുറച്ചധികം പേരെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇവരൊന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകനായോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വികാരം പേറുന്നവരെ ആയിട്ടോ എനിക്കെന്നല്ല ഈ ഒരു പാർട്ടിയിലുള്ളവർക്ക് ആർക്കും കാണാൻ സാധിക്കില്ല. ആർക്കും വേണ്ടി കണ്ടന്റ് ക്രിയേറ്റർമാരായി അല്ലെങ്കിൽ ഡിജിറ്റൽ ക്രിയേറ്റർമാരായി നിലകൊള്ളുന്ന പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും സൈബർ സ്പേസിൽ ആക്രമിക്കപ്പെട്ടല്ലോ അല്ലെ, ഈ നിലപാടിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അതെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു വിഷയം സംഭവിക്കുന്നതിന് തൊട്ട് 2 ദിവസം മുൻപ് വരെ പ്രതിപക്ഷ നേതാവിനെ വാഴ്ത്തി പാടിയവരടക്കം രാഹുൽ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചു. അദ്ദേഹത്തെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിലൊക്കെ VD സതീശൻ എന്ന വ്യക്തിയെ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിനെ എതിരെ ഇങ്ങനെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ പ്രതികരണം ഉണ്ടാകുമ്പോൾ ഈ പറയുന്നവരൊന്നും പാർട്ടിയുടെ നിലപാടുകൾക്കല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ടവരാണ്. തീർച്ചയായും ഗർഭഛിദ്ര പരമ്പര നടത്തിയ ഒരു വ്യക്തിയാണ് ഈ വിധത്തിൽ ന്യായീകരിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഏതായാലും സജ്ന അടക്കമുള്ളവർ ഈ പഴി കേൾക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ഏതായാലും വളരെയധികം നന്ദി. മുന്നോട്ട് പോകുക, അഭിനന്ദനങ്ങൾ ഇങ്ങനെ ഒരു ധീരമായ നിലപാടെടുത്തതിനും സജ്ന. തിരിച്ചെത്താം.